ഇല്ലല്ലാ മതി. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ ഇപ്പൊ അടുത്തൊരു മുസ്ലിം ഒരു മൊയ്ലേര് പറഞ്ഞത് ഞാൻ കേട്ടു. നബിദിനാഘോഷത്തിനിക്ക് നമ്മൾ ഓരോ മഹല്ലുകാരും ചെലവഴിക്കുന്ന പൈസ എടുത്ത് നോക്കിയാൽ, അതിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന പൈസ എടുത്ത് നോക്കിയാൽ ഒരു 2 ലക്ഷത്തോളം രൂപ ഓരോ മഹല്ലും ചെലവഴിക്കുന്നുണ്ട്. മൂപ്പര് പറയാണ്, അതിന് അനക്കെന്താണോ 2 ലക്ഷത്തോളം രൂപ ചെലവഴിക്കുന്നുണ്ട്. ഈ ലക്ഷങ്ങൾ നമ്മൾ സ്വരൂപിക്കുകയാണെങ്കിൽ, ഇത് വിദ്യാഭ്യാസ രംഗത്തേക്ക് അത് ചെലവഴിക്കുകയാണെങ്കിൽ, വിദ്യാഭ്യാസ രംഗം, വേറെ രംഗമൊന്നുമില്ല, ഞാൻ അതിനെ താഴ്ത്തുകയല്ല, അത് വേണ്ടതാണ്. അതിലേക്ക് ആളുകൾക്ക് ഇന്ന് ചിന്തയുള്ളൂ. ഒരു മനുഷ്യനോട് വിദ്യാഭ്യാസത്തിന്റെ മഹത്വം പറയേണ്ട ആവശ്യം ഇന്നില്ല. എല്ലാ മനുഷ്യനും അതിന്റെ അടിമകളാണ്. ഏതൊട്ട് ജഡ് വരെയുള്ള ഇന്ന് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യനും അതിന്റെ അടിമകളാണ്. പിന്നെ പറയണോ അതിന്റെ മഹത്വം? എങ്ങനെങ്കിലും എന്റെ മോനെ ഒരു ഡോക്ടറായി കിട്ടണം, മറ്റതായി കിട്ടണം, മറിച്ചതായി കിട്ടണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. മുഴുവനും ആൾക്കാരും അങ്ങനെയാണ്. തലി കെട്ടിയാലും വേണ്ടിയില്ല, കെട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. എന്നിട്ട് പിന്നെ അതിന്റെ മഹത്വം പറയാൻ നിൽക്കണേ. ദീനിന്റെ മഹത്വം പറഞ്ഞു കൊടുക്ക്. അതിവിടുന്ന് മറന്നു പോകുന്നു, അതിവിടുന്ന് തകർന്നു പോകുന്നു, അതിവിടുന്ന് ഇല്ലാതെയായി പോകുന്നു. അതിലേക്ക് ആളെ കൊണ്ടുപോവാ. എന്നിട്ട് പറയുന്ന അതൊക്കെ വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുകയാണെങ്കിൽ 10 ജാമിയ ഉണ്ടാക്കാം, 12 ദാറുൽ ഹുദ നിർമ്മിക്കാം. ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായിക്കൂടായില്ല. ആ ഭക്ഷണത്തിന്റെ പൈസ ചെലവാക്കി അങ്ങനെ ആയിക്കൂടായില്ല. അപ്പോ ഞാനതല്ല പറയുന്നത്. എന്നിട്ട് പറയാ, നബിദിനത്തിന് എന്തിനാണ് ഇങ്ങനെ ചോറൊക്കെ കൊടുക്കേണ്ട ആവശ്യം? അതിന് വല്ല ചോക്ലേറ്റോ മിഠായിയോ ഒക്കെ കൊടുത്താ പോരെ. കാരണം ഈ വരുന്നവരൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. അവരെ വീട്ടിൽ ആരുടെ വീട്ടിലും ഭക്ഷണം കഴിക്കാത്തവരില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്? ഇത് വെറും ദൂർത്ത് മാത്രമാണെന്ന് പറഞ്ഞ് മൂപ്പര് എന്തൊക്കെ പറയുന്നു. സുബ്ഹാനല്ലാഹ്. സഹോദര, നിങ്ങളെ മോളെ കല്യാണം ഉണ്ടായി നിൽക്ക. കല്യാണത്തിന് ക്ഷണിക്കല് ഫക്കീറന്മാരെ അണ്ണാച്ചിയാളെയാണോ? തിന്നാൻ കിട്ടാത്തവരെയാണോ? തിന്നാനില്ലാത്തവരെയാണോ നിങ്ങൾ ക്ഷണിക്കല്? അതല്ല തിന്നാൻ കിട്ടണവരെ ക്ഷണിക്കല്? തിന്നാൻ കിട്ടണവരാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കൽ എന്താ? ചോക്ലേറ്റാ? ആ പൈസ ഒന്ന് വിദ്യാഭ്യാസ രംഗത്തേക്ക് ചെലവാക്കി കൂടായിനോ? ഈ കല്യാണത്തിന് ഉണ്ടാക്കണ പൈസ ചോറിനുള്ള ഇതങ്ങനെയല്ല. ഇത് ഞാൻ പറയട്ടോ, ഒരു ക്വസ്റ്റ്യന് മൂപ്പര ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യന് ഞാൻ ഉണ്ടാക്കാം. ഇത് അവിടെ ആ പള്ളിയിലും ചോറ്, ഈ പള്ളിയിലും ചോറ്, അപ്പള്ളിയിലും ചോറ്, ഇപ്പള്ളിയിലും ചോറ്. അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരു ആവശ്യമില്ല എന്നുള്ള മൂപ്പരങ്ങനെയല്ല പറഞ്ഞിക്കണേ. മൂപ്പര് പറഞ്ഞിക്കണത് തിന്നാൻ കിട്ടാത്ത ആരോ ഇല്ലാന്നാ, ആരെ പേരിലും ഭക്ഷണം ഇല്ലാത്തവരൊന്നും ഇല്ല എന്നാ പറഞ്ഞിക്കണത്. ഞാൻ മൂപ്പർക്ക് വേണ്ടി അത് ഒപ്പിച്ചതാ. എന്നിട്ട് പറയാണ്, അപ്പോ ഞാൻ പറയട്ടെ, ഈ 4 പള്ളിയിലും ചോറുണ്ടാക്കുമ്പോ പിന്നെ ചോറ് വെറുതാവൂലെന്ന്. ഇതേ ഉദാഹരണം തന്നെ ഞാൻ എടുക്കട്ടെ. അവിടെ ഒരു കല്യാണുണ്ട്, ഇവിടെ ഒരു കല്യാണുണ്ട്, ഇവിടെ ഒരു കല്യാണുണ്ട്, ഇവരുടെ ഒരു കല്യാണുണ്ട്. 3 കല്യാണത്തിങ്ങ ചോക്ലേറ്റ്, ഒരു കല്യാണത്തിങ്ങ ചോറുവാ. ആരാണോ എന്റെ കല്യാണത്തിന് വരിക? ആരാ എന്റെ കൈ പിടിച്ച് പോരുക? കുറച്ച് പഠിക്കണ്ടേ നമ്മള്? ചില ആളുകൾ പറയാം, അവിടെ ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ കളയും, അതുകൊണ്ട് മാംസം കൊടുക്കാം. നമ്മളെ വീട്ടിൽ കല്യാണത്തിന് വരുന്ന ആളുകള് അപ്പുറത്തും കല്യാണം ഉണ്ട് എന്നുള്ള നിലക്ക് നമ്മള് മാംസം കൊടുത്താൽ അയാളത് തിന്നോ? അയാളത് കൊണ്ടുപോവോ? ബഹുമാനമാണ് ഭക്ഷണം കൊടുക്കല്. വെറും ഫക്കീർ തരത്തെ കാക്കല് മാത്രമല്ല, ഒരു തഅ്ളീമുണ്ട്. ആരെ പേരിൽ ചെയ്യുന്നു? പുതിയാപ്പിളനെ ആദരിക്കലുണ്ട്, പുതിയണ്ണിനെ ആദരിക്കലുണ്ട്, കുടുംബത്തെ ആദരിക്കലുണ്ട്, വരുന്നവനെ ആദരിക്കലുണ്ട്, വലിയ കൂലിയുമുണ്ട് ഭക്ഷണം കൊടുക്കുന്നതിന്. അത് എല്ലായിടത്തും വെച്ച് കൊടുത്താലും വേണ്ടിയില്ല. പിന്നെ ഭക്ഷണം കേടുവരുത്തി കടാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ മസാലയാണ്. അത് പഠിക്കണം, അത് പഠിപ്പിക്കും വേണം. അത് വേറൊന്ന്. അത് വിചാരിച്ചിട്ട് ആ എലിയെ പേടിച്ച് ഇല്ലം ചുടല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഞാൻ നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം